tea is steaming hot. Steaming hot. Anda, aavi ponaanallo. So tea is steaming hot. Steaming. Aavi parakkunna. Steaming hot. ഇനിയിപ്പോൾ ചായ ചൂടുകൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ ടീ ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. അപ്പോൾ സിംപ്ലി നമുക്ക് ഉപയോഗിക്കാം സ്റ്റീമിങ് ഹോട്ട്. ഈ ഹോട്ട് എന്നതിൻ്റെ കൂടെ ഒരു സാധനം ആഡ് ചെയ്യാം, സ്റ്റീമിങ് ഹോട്ട്. ആ ഇനിയിപ്പോൾ രതീഷ് ആണെങ്കിൽ എന്ത് ചെയ്യും? രതീഷ് തണുത്ത് ഇപ്പോൾ ചായ ചൂട് പോയി സ്റ്റീമിങ് ഹോട്ട് ടേൺഡ് ഔട്ട് ടു ബി ആകെ തണുത്ത് വെള്ളം പോലെ പച്ചവെള്ളം. സ്റ്റോൺ കോൾഡ് എന്ന് പറയും. സ്റ്റോൺ കോൾഡ്. ഇത് ഭക്ഷണത്തിന് പറ്റി മാത്രമേ പറയുള്ളൂ. അല്ല ഏസിഡ് ഐ എം സ്റ്റോൺ കോൾഡ് എന്ന് പറയില്ല. ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ സ്റ്റോൺ കോൾഡ്. സ്റ്റോൺ കോൾഡ്. ഫോർ എക്സാമ്പിൾ ദിസ് ടീ സ്റ്റോൺ കോൾഡ്, ഐ കാൻ ഡ്രിങ്ക് ഇറ്റ്. Steaming hot, stone cold. A steaming hot, stone cold. So a steaming hot cup of tea in the morning, it makes you energized. A steaming hot cup of tea in the early hours of morning, it makes you energized. It keeps you energized. So അപ്പം എങ്ങനെ പറയും? എനിക്ക് എക്സ്ക്യൂസ് മീ, ഞാനൊരു ചായപ്രിയക്കാരനല്ല, അങ്ങനെ പറയും. I'm not a tea person. I'm not a tea person. Tea. Yeah, tea person. I'm not a tea person. Tea. ഞാനൊരു ചായ ഇഷ്ടപ്പെടുന്ന ആളല്ലാന്ന്. I'm not a tea person. I'm not a big fan of tea. I'm not a big fan of tea എന്ന് പറഞ്ഞാലും ഞാനൊരു ചില ചായപ്രിയക്കാരനല്ലേ, ചായ അത്ര താല്പര്യമില്ലെന്ന് പറയും. ചായക്കാരന് ചായ അടിക്കുന്നതാണെങ്കിൽ ടീ മേക്കർ എന്ന് പറയും. ടീ വെൻഡർ എന്ന് പറയും. ഇപ്പോൾ കടല വെച്ച് കടല ഇങ്ങനത്തെ ആളുകളൊക്കെ ടീ, ഐ മീൻ അത് എന്താണ് പറയുക, കടലക്ക എന്ന് പറയാം, പീനട്ട് വെൻഡേഴ്സ് എന്ന് പറയാം. വെൻഡർ, ലോട്ടറി കച്ചവടക്കാരൻ. തട്ടടക്കം എന്താ പറയാ? ഈ കടക്കൊക്കെ എന്താ ഇംഗ്ലീഷ് പറയാം? മുദ്ര, സ്റ്റാമ്പ് പേപ്പർ വെൻഡർ എന്ന് പറഞ്ഞാൽ ടീ വെൻഡേഴ്സ്, വെൻഡർ.